എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവസാനം നീ വന്നുവല്ലേടാ. പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ പോസ്റ്റർ വൈറൽ. കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്യാരക്ടർ പോസ്റ്ററുകൾ കൊണ്ട് 1.5 മാസം മുമ്പേ പ്രൊമോഷൻ തകൃതിയായി നടന്നുവെങ്കിലും മലയാള സിനിമാ ലോകം ഏറെ കാത്തിരിക്കുന്ന ലാലേട്ടൻ ചിത്രം എമ്പുരാന് റിലീസിനോട് അടുക്കും തോറും പ്രൊമോഷൻ പരിപാടികൾ കുറഞ്ഞു വരികയും ഒടുവിൽ ചിത്രം മാർച്ച് 27 തന്നെ റിലീസ് ചെയ്യുമോ എന്ന ആലോചന ആരാധകർക്കിടയിൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് അബ്രഹാം ഖുറേഷിയുടെ ഒരു ചിത്രവുമായി പാതിരാത്രിയിൽ പൃഥ്വിരാജ് പങ്കുവച്ച പോസ്റ്റർ ആരാധകർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ലാലേട്ടൻ ഒരു വശത്ത് ചരിഞ്ഞു നിൽക്കുന്ന ചിത്രത്തിന് മുകളിലായി നിങ്ങളുടെ ഏറ്റവും ഉയർന്ന നിമിഷത്തിൽ സൂക്ഷിക്കുക, അപ്പോഴാണ് പിശാച് നിങ്ങളെ തേടി വരുന്നത് എന്നൊരു ക്യാപ്ഷനും കുറിച്ചുകൊണ്ടാണ് പോസ്റ്ററിന് കീഴെ സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജ് പങ്കുവച്ചിരിക്കുന്നത്. 3 വർഷം മുമ്പേ എമ്പുരാന്റെ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന സമയം പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ലൂസിഫറിലെ ലാലേട്ടന്റെ ഒരു ചിത്രത്തിന് നിങ്ങളുടെ ഏറ്റവും ഉയർന്ന നിമിഷത്തിലെന്ന തുടങ്ങുന്ന ഇതേ ക്യാപ്ഷനായിരുന്നു അദ്ദേഹം കൊടുത്തത്. ഇന്നലെ പാതിരാത്രി പുതിയ പോസ്റ്റർ വന്നതോടുകൂടി തന്നെ ചിത്രം സജീവമാവുകയാണ് പ്രേക്ഷകർക്കിടയിൽ. ഇനി ദിവസങ്ങൾ മാത്രമാണ് ചിത്രത്തിന്റെ റിലീസിനുള്ളത്. ഈ വരുന്ന മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായ എമ്പുരാൻ റിലീസിനെത്തുന്നത്. ഇതിനോടകം തന്നെ കേരളത്തിൽ മാത്രം 300-ന് മുകളിലുള്ള ഫാൻ ഷോ ചാറ്റിംഗ് ആണ് ലാലേട്ടൻ ആരാധകർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ചിത്രത്തിന്റെ, അതായത് എമ്പുരാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളും ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറും പുറത്തുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.